കുറച്ച് ഗ്യാപ്പ് ഒക്കെ ആയി, ഇനി നമുക്ക് പഠനം നടക്കില്ല, ഇനിയിപ്പോ മക്കളായി എന്താ ചെയ്യാന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ ഇവിടെ മിൽഷത്ത് ഉണ്ട്, എൻ്റെ അടുത്തുണ്ട്, ടോപ്പർ ആയിട്ട് നിൽക്കുകയാണ്, ഏസിന്റെ ഏറ്റവും ടോപ്പർ ലിസ്റ്റിൽ വന്ന് നിൽക്കുകയാണ്. എന്താണ് ഈ ഒരു നിമിഷത്തിൽ ഇനി നിങ്ങളെ പോലെ ഒരു ഉമ്മമാരൊക്കെ ഉണ്ടാവും, ഇതുപോലെ ഒരു സ്വപ്നം ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ച് ഇനി നടക്കുമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും, അവരോട് എന്താ പറയാനുള്ളത്? ഒരിക്കലും ഏജ് ഒരു പ്രശ്നമല്ല, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വേണ്ടാന്ന് തോന്നിയതായിരുന്നു. പിന്നെ ടെറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നേടണം എന്ന് ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ ഏസിൽ എത്തിയത്. പക്ഷേ ഏസിൽ നിന്ന് അത് നല്ലൊരു മോട്ടിവേഷനാണ് കിട്ടിയത് ലാസ്റ്റ് മൊമെൻറ്റിലായാലും. പിന്നെ അത് എഴുതിയെടുത്ത് നല്ലൊരു അത്യാവശ്യം നല്ല മാർക്ക് എനിക്ക് ടെറ്റിൽ സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും ചോദിച്ചു അടുത്ത PSC ഒന്ന് ട്രൈ ചെയ്തുകൂടെ. അപ്പോഴാണ് ഞാൻ വീണ്ടും ഏസിൽ LPSAക്ക് വേണ്ടിയിട്ട് കോച്ചിങ്ങിന് ചേർന്നത്. ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, ഫസ്റ്റ് കോച്ചിങ് സെന്റർ ആണ്. ഏസിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയായിരുന്നു ആ പഠന അനുഭവങ്ങൾ? അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതേപോലെ ആപ്പ് ഉണ്ടായിരുന്നു, ഏസ് ആപ്പ്, അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? കൂടുതലായിട്ട് എനിക്ക് ആ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് OMR എക്സാംസ് ഉണ്ടായിരുന്നല്ലോ, അതാണ് ഒന്നും കൂടെ എനിക്ക് എന്നെ ഒന്നും കൂടെ റെഡിയാക്കി എടുത്തത്, ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് ആയപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഓഫ്ലൈൻ്റെ കുറച്ചും കൂടെ അതിൻ്റെ ക്വാളിറ്റീസ് കിട്ടാതെ പോയി. ശരിക്കും അത് ആ സമയത്ത് നമുക്ക് കോവിഡിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അതെ ടോപ്പർ ലിസ്റ്റിൽ ഇടം കിട്ടിയിട്ടുണ്ട് അല്ലേ? താങ്ക് യു സോ മച്ച്. അതേപോലെ ഇതേപോലെയുള്ളവരാണ് ഇനിയുള്ള ഒരു വുമൻസിനൊക്കെ പ്രചോദനമായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.